അപ്പം ഞങ്ങൾ ഇന്ന് പടിഞ്ഞാറത്തറ ഡാമിലേക്ക് പോവുകയാണ്. നമ്മൾ കസിൻസ് മാത്രം, ഒരു 5-6 ആൾക്കാർ മാത്രം. അപ്പം നമുക്ക് എത്തിയിട്ട് കാണാം. നമ്മൾ 12 മണിക്ക് ഷാർപ്പ് ഇറങ്ങണം എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ 1:30 1:22 ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. ഇതുവരെ നമ്മൾ ഇറങ്ങിയിട്ടില്ല. ചിന്നു ഇത്താത്തൊന്നും എത്തിയിട്ടുമില്ല. റജു കറക്റ്റ് ഷാർപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. കൃത്യനിഷ്ഠത ഇല്ല. ഇത്താതന്റെ ബസ് ഇനി 1:30. അപ്പൊ ഇത്താതന്റെ 12:50 അങ്ങനെ ഒരു ബസ് ഇത്താത്തക്ക് അവിടെ നിന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്താത്ത പടിഞ്ഞാറത്തറ എത്തി. ഞങ്ങൾ അവിടേക്ക് ജോയിൻ ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷെ ഇത്താത്തക്ക് ആ ബസ് മിസ്സായി. ഇനിയിപ്പോ ഇത്താത്തക്കുള്ള ബസ് എന്ന് പറഞ്ഞാൽ 1:30. അപ്പം ചിന്നു എത്തിയിട്ടില്ല. ചിന്നുവിനെ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. വാപ്പച്ചി നമ്മൾ അങ്ങോട്ടേക്ക് ഇറക്കി തരാന്നാ പറഞ്ഞത്. അപ്പൊ ചിന്നു വന്നിട്ട് കാണാം. സാധാരണ ഹൈ എൻഡ് സ്റ്റിച്ചിൻ്റെ ഡ്രസ്സ് ചെയ്യാൻ പോയപ്പോൾ ചെറിയ കെട്ടായിരുന്നു. പക്ഷെ കറക്റ്റ് ഞങ്ങൾ പോകുന്ന അന്ന് വലിയൊരു കെട്ടായിരുന്നു ഹൈ എൻഡ് നെറ്റിയിലുള്ളത്. അങ്ങനെ ഇതാ ചിന്നു എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പടിഞ്ഞാറത്തറയ്ക്ക് പോവുകയാണ്. ഇത്താത്ത അങ്ങോട്ടേക്ക് എത്തുന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പടിഞ്ഞാറത്തറ വരെ ബാപ്പ ഇറക്കി തരാൻ, ബാപ്പ ആദ്യം ഡാം വരെ ഇറക്കി തരാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ഇത്താത്ത എത്താത്തതുകൊണ്ട് തന്നെ ഞങ്ങളെ പടിഞ്ഞാറത്തറ വരെ ബാപ്പ ഇറക്കി തരിക ചെയ്തത്. ഇത്താത്തയൊക്കെ അവിടുന്ന് ബസ് കയറിയിട്ടുണ്ട് ഗൈസ്. ആക്ച്വലി ഇതൊരു കുഞ്ഞു പോക്കാണെങ്കിലും ഞങ്ങൾക്കിത് വലിയൊരു സംഭവമായിരുന്നു. കാരണം ഞങ്ങൾ കസിൻസ് മാത്രം ഒരു പോക്ക് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ കുറേ ആയി. നമുക്ക് ഓരോ റീസൺ കൊണ്ട് പോകാൻ പറ്റാതെ ആയിട്ടാണ് ഞങ്ങൾ കുറഞ്ഞ ആൾക്കാർ മാത്രം ഇപ്പോൾ ഒന്ന് പോയി തുടങ്ങുന്നത്. ഞങ്ങളെല്ലാവരും ചേർന്നൊരു ട്രിപ്പ് പോകണമെന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പറഞ്ഞ് ലാസ്റ്റ് കുറേ പ്ലാൻ ചെയ്ത് അവസാനം ഇത് എവിടെയെങ്കിലും വെച്ച് ഫ്ലോപ്പാവും. പിന്നെ നമുക്കൊന്നും പോകാനൊന്നും പറ്റാറില്ല. അപ്പോൾ ആ ഒരു ആവേശമാണ് കാണുന്നത്. നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അവസാനം സക്സസ് ആയതിൻ്റെ ഒരു സന്തോഷമാണ് എല്ലാവരുടെ മുഖത്തും നമ്മൾ ഈ കാണുന്നത്. പ്ലാൻ ചെയ്തെന്നൊക്കെ പറയുന്ന കേട്ടാൽ വലിയ പ്ലാനിങ് ഒന്നല്ല. നമ്മൾ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്തത്. അത് തന്നെ ഫ്ലോപ്പ് ആവും. അപ്പം നമ്മൾ എപ്പോഴും പോകുന്നു ബാനാസറൊന്ന് പിടിച്ച് നോക്കാം, പോകാൻ പറ്റുമോ നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയത്. പിത്താത്തനെ വിളിച്ചു നോക്കി പിത്താത്ത കുപ്പാടിത്തറ എത്തിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാപ്പ ഞങ്ങൾ ഇറക്കി ബാപ്പ പോയി. ഞങ്ങൾ പിത്താത്തിനെ വെയിറ്റ് ചെയ്ത് പടിഞ്ഞാറത്തറ ടൗണിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇത് ഇത്താത്ത എത്തിയിട്ടുണ്ട്. ഇത്താത്ത എത്തുമ്പോഴത്തേക്ക് 2 മണിയൊക്കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചിട്ട് എന്നാലും അങ്ങോട്ടേക്ക് പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി. ഇത്താത്ത വരുമ്പോൾ ഒരു പരിക്കും കൊണ്ടാണ് ഇത്താത്ത വന്നത്. ഇത്താത്തൻ്റെ കൈ മുറിഞ്ഞ് നല്ല രീതിയിൽ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ബാൻഡേജൊക്കെ വാങ്ങി അത് കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പടിഞ്ഞാറത്തറയുള്ളൊരു കുടുംബശ്രീൻ്റെ ഒരു ഹോട്ടലിലാണ് കയറിയത്. നമ്മൾ വരുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ വേഗം ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് 2 ടേബിളായിട്ട് നമ്മൾ ഇരുന്നത്. കാരണം നമ്മൾ കുറേ ആളുണ്ടായിരുന്നതുകൊണ്ട് 2 ടേബിളായിട്ട് നമ്മൾ ഇരിക്കുക ചെയ്തത്. അവിടെ എത്തിയപ്പോൾ ഹൈക്ക് ഒറ്റക്ക് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വാശി പോലെയായിരുന്നു. പിന്നെ ഞാനും ഹൈയും കൂടെ ഓരോ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് കഴിക്കുക ചെയ്തത്. അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് നമുക്ക് ഓട്ടോ കൂട്ടാൻ വേണ്ടി ഓട്ടോയിലാണ് ഇനി നമ്മൾ ഡാമിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ 2 ഓട്ടോയിലായിട്ടാണ് പോകുന്നത്. കാരണം നമുക്ക് ഒരു ഓട്ടോയിൽ കൊള്ളില്ലല്ലോ. അപ്പോൾ 2 ഓട്ടോയിലായിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഡാമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മളിങ്ങനെ ബോർഡൊക്കെ ഇങ്ങനെ വായിക്കായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ബോട്ടിങ്ങിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇങ്ങനെ നോക്കി ഇതാ ഈ രീതിയിലാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്.
രണ്ടാൾക്കാർ ഞങ്ങളെയൊന്നും മൈൻഡ് ചെയ്യാതെ ദൂരെ ആയിരുന്നുള്ളത്. ദൂരയും ഹയും കൂടെ കയ്യും പിടിച്ച് ഫസ്റ്റ് ഫ്രണ്ടിലായി പോകുന്നുണ്ടായിരുന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ആ വണ്ടി വരുന്നതാണ് ഇത്താതെ എല്ലാവരും സൈഡാക്കിയപ്പോൾ ആ വണ്ടി ഇതാ ആ ഒരു റോഡിന് കയറിപ്പോയി. അപ്പം നല്ല രീതിയിൽ ചമ്മിയതുകൊണ്ട് എല്ലാവരും ഇത്താതിനെ കളിയാക്കുന്നുണ്ടായിരുന്നു. നമ്മളെ ഈ ഒരു പോക്ക് ആക്ച്വലി ക്യാൻസൽ ആകാൻ വേണ്ടി വിചാരിച്ചിരുന്ന ഒരു പോക്കായിരുന്നു. പിന്നെ മഴ പെയ്താൽ പെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഞങ്ങൾ വരുന്നതിനെ അടുപ്പിച്ച് എത്രയോ ദിവസം മുൻപേ നല്ല മഴയായിരുന്നു. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് ഒരുപാടായി. കാരണം ഹയൻ്റെ തലയിലുള്ള സ്റ്റിച്ച് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരുപാട് പഴയ വീഡിയോ ആണ്. പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്തിടാനുള്ളൊരു മടി കൊണ്ടാണ് ഇത്ര ലാഗായത്. അപ്പോൾ ഇത് ആരാണ് ഫസ്റ്റ് ഇതിലേക്ക് കയറുകയെന്നൊക്കെ മത്സരമൊക്കെ വെച്ചത് ഇത് ജയിച്ചിട്ടുണ്ട്. നമ്മൾ ഊഞ്ഞാൽ അതാണ് പോയി. എല്ലാവരും വീഡിയോസ് എടുക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആദ്യം അവിടുന്ന് വീണെടുത്ത് എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ സൗണ്ട് ഓവർ ചെയ്യുമ്പോൾ ഹയക്ക് ഒരുപാട് ആഗ്രഹമാണ് സൗണ്ട് ഓവർ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഹയ എന്തൊക്കെ ഇതിൻ്റെ ഇടയിൽ പറയുന്നൊക്കെ ഉണ്ട്. എല്ലാവരും അങ്ങ് ആകാശത്തെത്തിക്കുന്ന പോലെ ആട്ടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ പേടിണ്ടായിരുന്നു. നേഫിന്റെ ആട്ട വരും എന്നൊക്കെ. നേഫ് വരുമ്പത്തേക്ക് ഞാൻ ഇറങ്ങി ഓടുക ചെയ്ത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഊഞ്ഞാലാടും, കുറച്ച് കളിക്കും, വർത്തമാനം പറയുകയൊക്കെ ചെയ്ത് നമ്മൾ അവിടുന്ന് നേരെ താഴേക്ക് പോവാന്ന് വിചാരിച്ചു. നമ്മളിവിടെ വന്നിട്ട് ആക്ച്വലി ഒരു ഫോട്ടോ പോലും നമുക്ക് എല്ലാവരും ഒന്നിച്ചുള്ള ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വന്നപാട് ഹൈക്ക് മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ബാത്റൂമിൻ്റെ ഏരിയയിലേക്ക് പോയി. അപ്പോൾ ഇത്താത്തയും ഇവരൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഊഞ്ഞാലാടാനാണ് പോയത്. അപ്പം നമ്മളെല്ലാവരും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഹാദിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് ആ ഫോട്ടോ നോക്കിയിട്ട് ചിരിക്കുന്ന ചിന്നുവും റജുവാണിത്. ഒന്നുകൂടി ചിരിക്കിച്ചില്ലോ. പിന്നെ നമ്മളിങ്ങനെ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കി എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ ചിന്നുവിൻ്റെ ചിരിനെ കളിയാക്കുന്നുണ്ടായിരുന്നു. ചിന്നുവിൻ്റെ ചിരി ഒരു സ്പെഷ്യൽ ചിരിയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ആള് ഹയൻ്റെ അടുത്ത് വന്ന് ഹൈക്ക് മുട്ടായി കൊടുക്കും, പേര് വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് മക്കൾസിൻ്റെ പാർക്കിലേക്ക് പോവാം. നമ്മൾ ചുറ്റിപ്പോവാനുള്ള മടി കൊണ്ട് ഷോർട്ട് കട്ട് എടുത്തതാണ്. പക്ഷേ ഈ ഒരു വെള്ളത്തിൽ എന്തോ ഒരു വൃത്തികെട്ട മണം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മളിങ്ങനെ പുറത്തുനിന്ന് നമുക്ക് കുറേ കാര്യമായിട്ട് ഭയങ്കര സംഭവമൊക്കെയുള്ള പാർക്ക് പോലെയുള്ളത് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങളീ പോകുന്ന അന്ന് മാത്രം നമുക്ക് മഴ ഇല്ലാതെ കിട്ടിയത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചളി പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഒന്നിലും കയറാൻ പറ്റാത്ത രീതിയിലുള്ള ചളി ഉണ്ടായിരുന്നു. ഈ
ഒരു സ്ലൈഡിൽ മാത്രം ചളി കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഊരാത്ത ആൾക്കാരും ഇല്ല. എല്ലാവരും റജു, ഞാൻ, ഇതും അങ്ങനെ എല്ലാവരും ഊരുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ പാർക്കൊരു വൃത്തിക്കുറവുണ്ട് ഗൈസ്. ഇവിടെ മക്കളെയും കൊണ്ട് വരുന്നവർക്ക് ഇരിക്കാനായിട്ട് ആകെ ഈ ഒരു ഊഞ്ഞാൽ മാത്രമേ ഉണ്ടായിരുന്നത്. വേറെ ഒരു ഇരിക്കാനുള്ളൊരു സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഞാൻ നോക്കുമ്പോൾ ഇത്താത്തിയും ചിന്നും കൂടെ നല്ല രീതിയിലാണ്. അപ്പം ഞാനും പോയി. ഈ ഒരു ഊഞ്ഞാലാടാൻ പ്രത്യേക ഒരു രസം ഉണ്ടായിരുന്നു. അത് നല്ലൊരു ഗ്ലോയലുണ്ട് എന്റെ മുഖത്ത്, കണ്ടോ? ഞങ്ങളുടെ ഊഞ്ഞാലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പൊ ഹയ അതിൽ കയറാനുള്ള ശ്രമത്തില്ല. അപ്പൊ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. കറക്റ്റ് വീഡിയോ എടുക്കുന്ന സമയത്ത് ഹയ ഇരിക്കും ഒറ്റ വീഴല്. എന്താ ചിരിയൊക്കെ, ചിന്നുന്റെ റജിന്റെ ഒക്കെ ചിരി കാണേണ്ടതായിരുന്നു. അപ്പൊ ഇതാ 5:15 അപ്പൊ നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിക്കാന്നാണ് വിചാരിക്കുന്നത്. ഐസ്ക്രീം അപ്പൊ സമയം 5:45 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓട്ടോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഓട്ടോ കിട്ടുന്നവരെ നടക്കാനുള്ള രീതിയിൽ ഞാൻ എല്ലാവരും ഫ്രണ്ടിലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.